മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ തലവൻ ഒടുവിൽ പോലീസ് വലയിലായി. നീലേശ്വരം പുല്ലമ്പാടി സ്വദേശിയായ മുഹമ്മദ് ഹനീഫയെയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ വെച്ച് റെയിൽവേ പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സഹായത്തോടെ കോഴിക്കോട് റൂറൽ പോലീസ് സംഘം അതീവ സാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ മെയ് 23-നാണ് മുക്കം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഗുജറാത്തിലെ വഡോദര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഇയാൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത്. പ്രതിക്കായി മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായത്തോടെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വൻ തിരച്ചിൽ നടത്തി വരികയായിരുന്നു അന്വേഷണ സംഘം. മുക്കം പോലീസ് ഇൻസ്പെക്ടർ നിബിൻ ജോയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ പോലീസ് സംഘമായിരുന്നു പ്രതിയായ ഹനീഫയുമായി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനായി ഡൽഹിയിലേക്ക് പോയിരുന്നത്. ഹനീഫ വാടകയ്ക്കെടുത്ത മുക്കം മണാശ്ശേരിയിലെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോഴിക്കോട് റൂറൽ SP ടി ഫറാഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം 3 കിലോയോളം വരുന്ന മാരക മയക്കുമരുന്നായ MDMA പിടികൂടിയത്. ഇതിന് തൊട്ടു മുൻപ് 500 ഗ്രാം MDMAയുമായി ഡാൻസ് ഓഫ് സംഘം ഹനീഫയെ പിടികൂടിയിരുന്നു. തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മണാശ്ശേരിയിലെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ച കോടികളുടെ മയക്കുമരുന്നിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കേരളത്തിലെ മയക്കുമരുന്ന് മൊത്തവിതരണ ശൃംഖലയിലെ ഏറ്റവും പ്രധാനിയായ കണ്ണിയാണ് പിടിയിലായ മുഹമ്മദ് ഹനീഫയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര നൈജീരിയൻ മയക്കുമരുന്ന് മാഫിയയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഡൽഹിയിൽ നിന്നും വൻതോതിൽ മാരക മയക്കുമരുന്നുകൾ ട്രെയിൻ മാർഗവും കൊറിയർ വഴിയും കേരളത്തിലെത്തിച്ച് ലഹരി സംഘങ്ങൾക്ക് കൈമാറുന്നത് ഇയാളായിരുന്നു. ഡൽഹിയിൽ നിന്നും പുതിയ സ്റ്റോക്കുമായി നാട്ടിലെത്തി വിതരണത്തിന് പോകുന്നതിനിടയിലാണ് ഹനീഫയെ ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ തിരികെ എത്തിച്ചതോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി കടുത്ത സുരക്ഷയോടെ വീണ്ടും ഡൽഹിയിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് പോലീസ് നീക്കം. ന്യൂസ് ഡെസ്ക് വീക്ഷണം.